മറ്റേ കള്ള ക്യാമറമാനെ ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. എന്ത് വിളിച്ചാലും ബിസി. പക്ഷെ കഴിഞ്ഞോട്ട് വാക്ക് എന്നിട്ട് പറ്റില്ല. അയ്യോ തിരക്കായി പോയി, സത്യം പറഞ്ഞാൽ തിരക്കാണോട് നിന്ന് തിരിയാൻ സമയമില്ല. എൻ്റെ അമ്മ സത്യമായിട്ട് ദൈവത്തിനാണ് സത്യമായിട്ട് ഞാൻ 3-ാം തീയതിക്ക് ശേഷം ഞാൻ വന്നിരിക്കും. ഈ ഏപ്രിൽ 3-ന് ശേഷം എന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ ഷൂട്ടിന് വന്നിരിക്കും. തിരക്ക് കാരണമാണ് ഞാൻ തെറ്റിക്കില്ല. ഇല്ല സത്യം ഇട്ട് കഴിഞ്ഞാൽ തരും, തന്നിരിക്കും. ലക്ഷങ്ങളുള്ള ക്യാമറ തരും. ഈ ലെൻസ് മാത്രം 1 ലക്ഷം രൂപ അതും ഞാൻ തരും. അതായത് വാക്കാണ് സത്യം. ആ സത്യം ഞാൻ പാലിച്ചിരിക്കും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. ഷൂട്ടിന് കാണാം. നമ്മുടെ ക്യാമറ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അവന്റെ പഴയ വണ്ടിയാണ്, അവന്റെ ഓൾഡ് ഈസ് ഗോൾഡൻ. നമ്മളെ ക്യാമറാമാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. ബ്രോ ഏതാ ബ്രോ ക്യാമറ? സോണി 7R5 നല്ല ക്വാളിറ്റി ആയിരിക്കും, പേടിക്കണ്ട. ട്രാക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ. ട്രാക്കിന്റെ പേര് 1500 വർഷத்துக்கு முன்னாடி வாங்க அந்த ட்ராக் நான் திருப்பி கொண்டு வருவேன். ഒരാള് വന്ന് ഓക്കെ നിഖിൽ ഫോട്ടോഗ്രാഫി ടൈപ്പ് ചെയ്തു. യെസ്, ഷീ ഈസ് എ ഫേമസ് ഫോട്ടോഗ്രാഫർ ഇൻ കേരള. യെസ്. എങ്ങനെ? എന്തൊരു പറ. വലിയ ആളാവുന്നുണ്ടേ നമ്മള് ഫ്രണ്ട്സ്. ഇപ്പൊ ഒരു ഫോളോ കൊടുത്താ ഇനി എനി ഹെൽപ്പ് ഇൻ കേരള കൺഫേമില് കോൾ. കൺഫേമിലി കോള്. ഗൈസ്, ഒരു പൂനെക്കാരി വന്നപ്പോ വെറുതെ വിടാതെ ഇരിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ. Okay, let's go and shoot some music videos. Okay, I'm so busy, man. I am. Oh my God. I hope you stay busy. Oh yeah. And become a star one day. Oh. Welcome to Hood. Yeah. അപ്പൊ നമ്മള് ഷോർട്ട് ബൈക്ക് സൂമിങ് വന്നിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി, കേരളം കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റി ഷോർട്ട് ബൈക്ക്. ബ്രോ ഫേസ് ഒന്ന് കാണിക്കാതെ വീഡിയോ എടുക്കാനായിട്ടു. ഗൈസ്, അപ്പൊ സുബിൻ ചേട്ടൻ പോയി വണ്ടി വെച്ചിട്ട് വരും ഗൈസ്. നിമോ എന്താണ് പറയാനുള്ളത്? ടീം എന്തുവാ? ടീം പറയണ്ട, കുഴപ്പമില്ല. ഗൈസ്, നിങ്ങൾക്ക് പറയാൻ കൊടുക്കാൻ അവസരം കൊടുക്കുക ഗൈസ്. ഗൈസ്, നമ്മുടെ ക്യാമറമാൻ അവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് സൂചി കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ലേറ്റാണ് കേട്ടോ. സെറ്റ് ചെയ്യണ അത്രയ്ക്ക് പാടുണ്ടോ? പൈസ തരാത്ത ഈ കസ്റ്റമറിന്റെ ഇത് കളയാ. നീ എന്നെ ഇങ്ങനെ പറയോ? പൈസ അവൻ പൈസ തരാത്ത കസ്റ്റമറിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ. അയ്യോ, മെമ്മറി കാർഡ് എന്റേത് വേണോ? ഷൂട്ടിങ്ങിനിടയ്ക്ക് ഈശ്വര കുറച്ച് ഫാൻസിനെ കണ്ടു ഗൈസ്. അപ്പൊ അവരെ കൂടെ വിഷയ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. എയർ നെസ്റ്റ്. ബ്രോയാണ് നമ്മുടെ വീഡിയോയിലെ ബ്രോയിന്റെ ഓഫീസാണ് നമ്മുടെ ലൊക്കേഷൻ. നമുക്ക് ഒരു ഗസ്റ്റും കൂടി ഉണ്ട്, ജഗൻ. ഹായ് വാ. ബ്രോ ഇരി ബ്രോ, നിങ്ങളെ വീഡിയോയിലെ കണ്ടാൽ മതി. ചീന് നല്ല പൊക്കമുണ്ട് കേട്ടോ.
മറ്റേ പോയി എവിടെ നമ്മളാ ഇടയ്ക്ക് വന്നിരുന്നു ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ നിങ്ങളെ ചോദിച്ചു ഒറ്റയ്ക്ക് വന്നിരുന്നു ഒരു പെണ്ണുമായിട്ട്. അതല്ല പയ്യെ ഒറ്റയ്ക്കാണല്ലോ. ക്ലോസ് ഫ്രണ്ടാണ്, എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പയ്യൻ. കൊച്ചുനാളിൽ തൊട്ടേ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് ഇവ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓ ഇനി ഞാൻ പൈസ കൊടുത്ത് കൊണ്ടുവന്ന എല്ലാവരും പറയണ കേട്ടോ. പഠിച്ചാണ് കൊച്ചിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ, അപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. അതെ, ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് നീ എവിടെയെങ്കിലുമൊക്കെ എത്തോടാന്ന് പറഞ്ഞ വേവനാണ്. ഓക്കെ, ആ ഒരു സൗഹൃദം ഇപ്പോഴും ഉണ്ട്. വല്ലപ്പോഴുമാണ് വിളിക്കണമെങ്കിലും കുഴപ്പമില്ല, എന്തായാലും എത്തുമ്പോൾ വിളിക്കും. അതെ അതെ, ഒരിക്കലെങ്കിലും വിളിക്കും. ഓക്കെ, അങ്ങനെ അതാണ് സ്നേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അല്ലേ. ഡിസ്റ്റൻസിൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടുമ്പോഴാണ് സ്നേഹം അങ്ങനെ നിൽക്കുള്ളൂ അല്ലേ. അതെ, ശരി ഞാൻ പോട്ടെ. ഓക്കെ, പോയിട്ടോ. ഓ സന്തോഷം സന്തോഷം. ഞാൻ അമ്മയാണേ. വാ വാ. ഇത് വെച്ചോ, നിങ്ങൾക്ക് ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ വലിയ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാണിക്കാം. വിശ്വ നമ്മളെ കമ്പനിയാണ്. ഓ വാ, നമുക്ക് എല്ലാവരും കൂടെ എന്നിട്ട് എടുത്തിട്ട് പോവാം. വാ, നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് എടുത്തിട്ട് പോവാം. വാ 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 ഇത് വാ, എല്ലാവരും വാ. എന്തോ ഇല്ല ഇല്ല, ഒരു പയ്യനും കൂടെ വരാനുണ്ട് നിമോ. ഇത് എന്റെ വർക്ക് കേട്ടാ. നാളെ തല കേട്ടായി ബാക്ക് ഒന്നും കൂടെ കുനി. ആ ബൈക്ക് നമ്മളെ ബ്രോന്റെ ബൈക്കാണ്, BMW. റേഞ്ച് 3.5 ലക്ഷം രൂപ. യെസ് യെസ്, ഇത് നിക്കുന്റെ ബൈക്കാണ്. ചാന്റെ വൈഫ് പാത്രം എടുത്തെറിയുമെന്ന് തോന്നണം അവിടെ നിന്ന്. വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. ഇതാണ് ക്ലച്ച്. ഇതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടുത്ത ഗിയർ മാറും. കറങ്ങും. ഇതാണ് ബാക്കിൽ വരുന്ന വാഹനങ്ങളുടെ കാണാൻ പറ്റിയ മിറർ. ഇത്രയും വില ഈ വണ്ടിക്ക്. ഇത് ആൾക്കാർക്ക് ഇരിക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഓടിക്കാം. നിങ്ങളെങ്ങനെ പറഞ്ഞേ? ആ, അപ്പൊ നമുക്ക് നമ്മളുടെ കൂടെ BMW പോകുമ്പോൾ ആ മൈക്ക് അത് കിട്ടും. ആഗ്രഹമുണ്ടോ? എന്നാ ഓട്ടിച്ചോളൂ. നിക്കു, ആ വണ്ടിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമോ? ആ ഇവിടെ ഇരിക്കട്ടെ വണ്ടി. അല്ല, വണ്ടിയിൽ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ആ എൻ്റെ വണ്ടി എടുത്തോ. കുറെ പോകണ്ടോ ഓഫീസ് ഇവിടെ? ആ പോതാ വിഷയം തന്നെ. ഗൈസ്, ഔട്ട്ലുക്ക് ലൈറ്റ് എല്ലാം അവിടെ കൊള്ളാം കേട്ടോ. നിങ്ങളുടെ ഡിസൈൻ കൊള്ളാം ബ്രോ, പക്ഷെ വീട് ഫുള്ളോടെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന് കിട്ടൂല. എല്ലാവരും വണ്ടി എടുത്താ. ഓ പോം. ഏയ് ഇതെന്താ കളിയാ? ജാഥേ എന്റെ പാർട്ടി പരിപാടിയാ. ഏയ് ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയൊന്നും വരൂലേ ബ്രോ? ഇല്ലല്ല, അവർ വന്നിട്ട് പോകും. നമ്മൾ അടുത്ത ഷൂട്ടിന് പോവേണം. ഇതിന്റെ ബാക്കി ഷൂട്ടിംഗ് ആണ്. രണ്ടാമത്തെ ഷൂട്ടിന് ഇതായി ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രോന്റെ ഓഫീസാണ്. ബ്രോ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു കിഡിലൻ ഡിസൈനറാണ് അല്ലേ? അതെ. ഓക്കെ, ബ്രോ ഓഫീസൊക്കെ പറഞ്ഞു തുടങ്ങി. ഓഫീസ് ഐക്യു ആർക്കിടെക്ട് ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ് പേര്. നമ്മൾ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. അപ്പോൾ അങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. വിശ്വന്റെ ചങ്ക് കമ്പനിയാണ്. അങ്ങനെ ആണ് വിളിച്ച് ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ. ഞാൻ രാത്രി 2 മണിക്ക് എല്ലാം ഷടപടേ എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഇവന്റെ ഡേറ്റ് കിട്ടാനാണല്ലോ പാട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ഈവനിങ് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ വേറെ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് എല്ലാം ചടപടയെന്ന് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ ബ്രോനെ വിളിച്ചിട്ട് ബ്രോ ഓഫീസ് വേണം. ബ്രോ അപ്പുറത്ത് വിളിച്ചിട്ട് പയ്യന്മാരെ നാളെ റെഡി ആവണം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ടീമിലെടുത്ത ഒരു സാധനമാണിത് അല്ലേ? പക്ഷേ ബ്രോയുടെ വീട്
അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബ്രോ. ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ക്യാമറ മാത്രമേ പറയൂ. നിങ്ങൾ ജസ്റ്റ് പുള്ളിയുടെ ഡിസൈൻ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം വർക്ക് കൊടുക്കുക. അത്രയും മനോഹരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്യാരണ്ടി ഉൾപ്പെടെ ഞാൻ പറയാണ്, അടിപൊളിയായിട്ട്. എല്ലാ ബ്രോ ഡിസൈൻ ചെയ്യണ എല്ലാ വീട്ടിലും ഇവന്റെ തല വെച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ ചതിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ 14-15 വർഷമായി ഇതുവരെ ഞാൻ ഒരു കസ്റ്റമറിനെ അത് ചതിക്കില്ലെന്ന് എങ്ങനെ അറിയാന്നുള്ള കഴിഞ്ഞ വ്ളോഗിൽ വാക്ക് എന്നിട്ട് 3-ാം തീയതി വാക്ക് താറ്റിക്കാതെ ഇവിടെ വന്നോണ്ട്. വാക്കാണ് സത്യം. എന്റെ ജീവൻ പോയാലും എന്റെ വാക്ക് ഞാൻ മാറ്റില്ല. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാ വീഡിയോ നമുക്ക് എടുത്തു തരുമോ? വിശ്വം രക്ഷപ്പെടുന്നവരെ ഞാൻ എടുത്തു തരുന്നു. രക്ഷപ്പെടണല്ല, ലോകം അറിയപ്പെടണം, അംഗീകരിക്കണം. വലിയൊരു റാപ്പിസ്റ്റാ. ഓക്കെ, അപ്പൊ നീ ഒരു വാക്കും കൂടെ തരട്ടെ. എന്റെ വീഡിയോ എല്ലാം നീ എടുത്തു തരുമോ? വിശ്വം ലോകം അറിയപ്പെടുന്ന ആളായി മാറണം. അതൊക്കെ ഓക്കേടേ, നീ വീഡിയോ എടുത്തു തരുമോ? ഇല്ലേ, ഞാൻ എടുത്തു തന്നിരിക്കും. എല്ലാ വീഡിയോ എടുത്തു തരണം. എന്നെ കൊണ്ട് പറ്റുന്ന, എന്റെ ആയുസ് ഉള്ളടുത്ത കാലം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തു തന്നിരിക്കും. നിനക്ക് വേണ്ടി ഇനി എല്ലാ ദിവസവും ഞാൻ പുഷ്പാഞ്ജലി അല്ല, അർച്ചന 10 രൂപയല്ലേ? അർച്ചന 20 രൂപയ്ക്ക് ഇപ്പൊ വില കൂട്ടി. നമ്മളെ LDF സർക്കാർ. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോണ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്തൊക്കെയാണ് എനിക്കറിയാമെങ്കിൽ ഞാൻ പറയില്ലേ? പറയടാ. LDF സർക്കാർ ഇപ്പോൾ പോടാ ഡേ. ഒന്നുമില്ല LDF ഒന്നുമില്ല. ഭരണം, വികസനം ഉണ്ടാവണം അല്ലേ? യെസ്, കടന്ന കൊടുക്കോട്ട്. ഓക്കെ, അതൊന്നുമില്ല. അപ്പൊ നീ എല്ലാ വീഡിയോ എനിക്ക് എടുത്തു തരും. വാക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ എടുത്തു തന്നിരിക്കും. അതൊന്നൊരു സ്കീം. എടുത്തരൂലേ? ഓക്കെ, ഇനിയുള്ള സോങ്സ് ഒക്കെ എടുത്തു. അതല്ലെങ്കിൽ ഞാൻ എടുക്കാതെ ഞാൻ ഉറപ്പ് പറഞ്ഞു. അതന്നെ ഞാൻ പറഞ്ഞ ആ സാധനം ഇട്. അത് ഞാൻ ഓക്കെ, അത് ഞാൻ എടുക്കാം. ഇനിയുള്ള സോങ്സ് ഒക്കെ ഞാൻ എടുത്തു തരില്ല. വാക്കാണ് സത്യം, വാക്കാണ് അല്ലേ? വാക്കാണ് സത്യം. ഞാൻ ചെയ്യും. എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്നു കഴിഞ്ഞാൽ എന്റെ പറ്റും പോലെ വിശ്വ ലോകം അറിയപ്പെടുന്ന ആളായിട്ട് എനിക്ക് കാണണം. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ കരഞ്ഞിവിടെ മേക്കും. അമ്മ ചെയ്തമ്മ വേറെ മാതിരി. അതെന്തൊരു മാതിരി? അത് എന്തൊരു മാതിരി? അവന്റെ മോത്തിന്റെ ടോൺ പോണോ കളി? അത് ഒരിക്കലും പറ. വേറെ പറ അങ്ങോട്ട്. ഇങ്ങനെ അതിങ്ങനെ ഡയറക്ടർ ഞാനാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഇത് നല്ല അഭിനേതാവാണ്. ഇത് അടുത്ത ഇതാണ് നമ്മളെ ബോസ്. എന്തെങ്കിലും ആവശ്യമുണ്ടാ? ബ്രോയിനെ കുറച്ചുകൂടെ പൊക്കി പറയണോ? എന്തെങ്കിലും ആവശ്യമുണ്ടാ? ദാഹിച്ചിരുന്ന എനിക്ക് ഒരു തുള്ളി വെള്ളം തരാൻ മനസ്സ് കാണിച്ചേക്കാം. ഞാൻ അത് മറക്കൂല. എടാ, നീ ഒരു കുപ്പി വെള്ളം തീറ്റിട്ടല്ലേടാ ഇവിടെ വന്നിരുന്നത്? ഇവിടെ ദാഹിച്ചിരുന്ന നീയാ? എവിടെ യാത് വകയില് ദാഹിച്ചിരുന്ന നീ? ഇപ്പൊ ഒരു 4 പൊറോട്ട അടിച്ച് കയറ്റി. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന വെള്ളം കുടിച്ച്, അത് കഴിഞ്ഞ് വീണ്ടും ചായക്കടയിൽ കയറി ചായ കുടിച്ച്, അതിനു മുമ്പേ 2 ലിറ്റർ വെള്ളം കുടിച്ച് തീർത്ത്. ഇവിടെ നിനക്ക് എന്തൊരു ദാഹം? ഷൂട്ടിങ്ങിലോട്ട് പോകുമ്പോ വേണം ഇനി സീരിയസ് അല്ലേ? വെച്ചിട്ട് ഞാൻ എങ്ങനെ സീരിയസ് ആവേ? ബ്രോ ദേഷ്യപ്പെടും. നമ്മൾ ലേറ്റായിട്ട് വരണ ഒരു സ്റ്റാഫിനെ എങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടും? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സ്റ്റാഫ് നിങ്ങൾ ദേഷ്യപ്പെടും. എനിക്ക് ഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ഇപ്പൊ 1 മണി ആയെന്ന് തോന്നുന്നു. ഈ സീൻ പയ്യയുടെ ക്രിയേറ്റിവിറ്റി കാണിടേ. അപ്പൊ നമ്മൾ അങ്ങനെ ഫുട്ടേജ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ കടയിൽ വന്നിട്ടുണ്ട്. അവൻ പുതിയതായിട്ടൊരു കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പാതിര ബൈക്സ്.
ഇതാണ് ചെറുക്കൻ. യോ യോ മാൻ. എല്ലാരും വരണം, പൊളിക്കണം. എല്ലാരും പറഞ്ഞാൽ ഇവനെ തിന്ന് സഹായിക്കണം. ഇവനെയല്ല, തിന്നോ? കടയിൽ കയറി സാധനങ്ങളൊക്കെ കഴിച്ച് സഹായിക്കണം. എനിക്ക് ഒരു മോമോസും ഒരു ആപ്പിൾ ജ്യൂസും റെഡിയാക്കി തന്നിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് പാതി കുടിച്ച് ലാസ്റ്റ് ഒരു മോമോസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരദോഷികൾ ആരെങ്കിലും എടുത്ത് കഴിച്ചാൽ തീർന്ന്. കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. അത് ക്ലീൻ ആക്കി എടാ എടുത്തോണ്ട് പോയടാ. ലാസ്റ്റ് ഒരു മോമോസ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി കുഴപ്പമില്ല ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോമോസ്. ഗൈസ് എല്ലാരും വന്ന് ഇവിടെ നിന്ന് കഴിക്കുക അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറ? വളരെ മനോഹരമായിട്ടുള്ള മോമോസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള മോമോസ് ഈ ഇടക്കാലത്ത് വേറെ ഒരു കടകളിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടില്ല. എഡിറ്ററിന്റെ കയ്യിലാണല്ലേ? എഡിറ്ററിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? താങ്ക് യു, ലവ് യു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ.